സൃഷ്ടാവായും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളെയും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ധ്യാനവും ഇന്നും നിനക്ക് പ്രസാദമായിരിക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. എനിക്ക് ഈ അവസരം തന്ന അച്ഛനും കമ്മിറ്റി അംഗങ്ങളോടും നന്ദി പറയുന്നു. Be a part of the solution, not a part of the pollution. മലിനീകരണത്തിന്റെ ഭാഗമാകാതെ പരിഹാരത്തിന്റെ ഭാഗമാക്കുക. എല്ലാവർക്കും എൻ്റെ പരിസ്ഥിതി ഞായർ ആശംസകൾ നേരുന്നു. ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ്. 1992 മുതൽ CSI സഭ പരിസ്ഥിതി സംരക്ഷണ സഭയുടെ ദൗത്യത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. CSI മധ്യ കേരള മഹായിടവക ഈ വർഷം കാലാവസ്ഥ നീതി ദർശനം ഡെക്കേഡ് ഫോർ ക്ലൈമറ്റ് ജസ്റ്റിസ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പ്രകൃതിയിലൂടെ ദൈവത്തിന്റെ ശബ്ദം ശ്രവിക്കുക, ലിസണിംഗ് ടു ഗോഡ്സ് വേർഡ് ത്രൂ നേച്ചർ എന്ന ചിന്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ചിന്താവിഷയെ കുറിച്ച് എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു ചെറിയ കഥയാണ്. ഒരു ഗ്രാമം ഒരിക്കൽ തെളിഞ്ഞ നദിയുടെ കീഴിൽ ഉയർന്ന മരങ്ങളുടെ അടുത്ത് വളർന്നു. പക്ഷേ കാലം കടന്നപ്പോൾ ആളുകൾ കാടുകൾ വെട്ടി മാലിന്യം നദിയിൽ ഒഴിച്ചു, ഗ്രാമം നശിപ്പിച്ചു. ഒരു ദിവസം ഒരു കുട്ടി തന്റെ പിതാവിനോട് ചോദിച്ചു, എനിക്ക് തോന്നുന്നു നമ്മൾ നദിയെ കോപിപ്പിച്ചുവെന്ന്. പിതാവ് മറുപടി പറഞ്ഞു, അതെങ്ങനെ സാധ്യമാകും? നദിക്ക് കോപിക്കാൻ കഴിയുകയില്ല. എന്നാലും പിതാവ് ശ്രദ്ധിച്ചു. നദി ഇനി പാടുന്നില്ല, മലിനതയിൽ കരയുകയാണ്. മരങ്ങൾ ഇനി ചിരിച്ചില്ല, നാശത്തിൽ കരയുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നദി വറ്റി. ഗ്രാമത്തിന്റെ ജീവൻ നിലനിൽക്കുന്ന ആ നദി ഇല്ലാതെയായി. അപ്പോൾ ഗ്രാമവാസികൾ തിരിച്ചറിഞ്ഞു, പ്രകൃതി കരയുന്നത് ദൈവത്തിന്റെ വാക്ക് നമ്മെ മുന്നറിയിപ്പ് നൽകുന്നതാണ്. ആ ദിവസത്തിൽ അവർ മരങ്ങൾ നട്ടു, നദി ശുദ്ധമാക്കുകയും ചെയ്തു. ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം തിരിച്ചറിയാൻ സാധിക്കും. അതെന്നാൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്നാണ് പ്രകൃതിക്ക് തിരികെ നൽകുന്നത്? പ്ലാസ്റ്റിക് മാലിന്യമോ, വനനശീകരണമോ, വിഷപ്പുകയോ? We are doing nothing to give back to nature. നമ്മുടെ CSI സഭ ക്രമീകൃതമായ രീതിയിൽ ഗ്രീൻ ക്ലർജി, ഗ്രീൻ ടീച്ചേഴ്സ്, ഹരിത വേദ പഠനങ്ങൾ, ഹരിത സ്കൂൾ, കാർബൺ ന്യൂട്രൽ പാരിഷ്, വിവിധ വിഭവങ്ങൾക്കായി ഹരിത മത്സരങ്ങൾ നടത്തി വരികയാണ്. പരിസ്ഥിതി ദൈവശാസ്ത്ര പഠനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമായി ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുള്ളത് നമ്മുടെ CSI സഭയ്ക്ക് മാത്രമാണ്. പ്രാദേശിക തലങ്ങളിൽ പരിസ്ഥിതി കമ്മിറ്റികൾ രൂപവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഇപ്പോൾ. സിനഡ് തലത്തിലും മഹായിടവക തലത്തിലും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അനവധി പരിശീലന പരിപാടികൾ നടത്തി വരികയാണ്. 2026 മുതൽ കണ്ണമ്പുല വൈദിക സെമിനാരി ഈക്കോ തിയോളജിയിൽ 25 സെക്ഷനുകളുള്ള ഒരു കോഴ്സ് ക്രമീകരിക്കുക. താല്പര്യമുള്ള എല്ലാവർക്കും ആ കോഴ്സിൽ ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രകൃതി ദൈവത്തിന്റെ വെറും സൃഷ്ടി മാത്രമല്ല, അത് ദൈവത്തിന്റെ അദൃശ്യ ഗുണങ്ങളെ വെളിപ്പെടുത്തുന്നു. ഇന്ന് ലോകം അതിഗുരുതരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ, പ്രളയങ്ങൾ, വരൾച്ച, വനനശീകരണം, ജീവജാല നാശം, ഇവ ഭൂമിയുടെ മുറിവുകളാണ്, നമ്മുടെ സ്വാർത്ഥതയുടെ അടയാളങ്ങളാണ്. ഇവ വെറും പരിസ്ഥിതി പ്രശ്നങ്ങൾ മാത്രമല്ല, ദൈവത്തിന്റെ ശബ്ദത്തെ മനുഷ്യൻ അവഗണിച്ചതിന്റെ ആത്മീയ പ്രതിഫലങ്ങളുമാണ്. പ്രകൃതി ഒരു ഭൗതിക ലോകമല്ല, അത് ദൈവത്തിന്റെ മഹത്തായ പ്രസംഗപീഠം കൂടിയാണ്. നമ്മുടെ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വേദഭാഗങ്ങൾ പ്രകൃതിയും ദൈവം തമ്മിലുള്ള അഭേദമായ ബന്ധത്തെ കാണിച്ചു തരുന്നു. യോബ് 12:7-12 വരെ മൃഗങ്ങളോടും പക്ഷികളോടും ചോദിച്ചാൽ ഇവ ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് നിന്നെ പഠിപ്പിക്കുമെന്ന് യോബ് പറയുന്നു. മനുഷ്യൻ അറിവില്ലാതെ സംസാരിക്കുമ്പോൾ മിണ്ടാപ്രാണികൾ ദൈവത്തിന്റെ പരമാധികാരത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. സങ്കീർത്തനം 19 ആകാശം ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നു. ഭാഷയോ വാക്കുകളോ ഇല്ലാതെ തന്നെ സൃഷ്ടി ലോകം മുഴുവൻ ദൈവത്തിന്റെ സന്ദേശം എത്തിക്കുന്നു.
12-24 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. യേശു കാക്കകളെയും താമരകളെയും ഉദാഹരണമാക്കി ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ആകുലതയല്ല, മറിച്ച് ദൈവത്തിലുള്ള ആശ്രയത്വമാണ് പ്രകൃതിയുടെ പാഠം. പുറപ്പാട് 19. സിനായ് മലയിലെ പ്രകൃതി പ്രതിഭാസങ്ങൾ, ഇടിമുഴക്കവും മിന്നലും ദൈവത്തിന്റെ ഭയഭക്തിജനകമായ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നു. ഞാൻ ഒന്നാമതായി നിങ്ങളുമായി പറയുവാൻ ആഗ്രഹിക്കുന്നത് പ്രകൃതി ജ്ഞാനത്തിന്റെയും ദൈവശബ്ദത്തിന്റെയും അധ്യാപികയാണ്. Nature is our teacher of wisdom and the voice of God. പ്രകൃതി എന്നത് ദൈവത്തിന്റെ വെറും ഒരു സൃഷ്ടി മാത്രമല്ല, മറിച്ച് മനുഷ്യാത്മാവിനെ നവീകരിക്കാനും പാഠങ്ങൾ പഠിപ്പിക്കാനുമായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ വിദ്യാലയം കൂടിയാണ്. കുറുമ്പ്, ദൂരദർശകത്വത്തിന്റെ പാഠം, a lesson in foresight. സാക്ഷ്യവാക്യങ്ങൾ 6:6 നാം വായിക്കുന്നു. മടിയ, കുറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികൾ നോക്കി ബുദ്ധി പഠിക്കുക. കുറുമ്പിന് ഒരു നായകനോ മേലധികാരിയോ ഇല്ലെങ്കിലും അത് വേനൽക്കാലത്ത് അതിന്റെ ആഹാരം ശേഖരിക്കുന്നു. കൊയ്ത്ത് കാലത്ത് ധാന്യം സംഭരിക്കുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന പ്രതിസന്ധികൾ മഴക്കാലം മുൻകൂട്ടി കണ്ട് ഇന്ന് തന്നെ അധ്വാനിക്കാനുള്ള ദൂരദർശകത്വമാണ് കുറുമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. അധ്വാനശീലവും ഒരുമയും ചെറിയ ജീവിയാണെങ്കിലും അത് മടികൂടാതെ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുന്നു. സുസ്ഥിരമായ ഒരു നാളേക്കായി ഇന്നത്തെ സൗകര്യങ്ങൾ പരിമിതപ്പെടുത്തി വരും കാലത്തിനായി കരുതുക എന്ന പാഠമാണ് കുറുമ്പ് നമുക്ക് നൽകുന്നത്. കാക്ക, ദൈവത്തിനുള്ള ആശ്രയത്വം, ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. യേശു തന്റെ പ്രഭാഷണങ്ങളിൽ പലപ്പോഴും പ്രകൃതി ഉദാഹരണമാക്കിയിട്ടുണ്ട്. ലൂക്കോസ് 12:24 പറയുന്നു, കാക്കകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. നാളെക്കുറിച്ച് അനാവശ്യമായി വ്യാകുലപ്പെടുന്ന മനുഷ്യനോട് വിതയ്ക്കാനോ കൊയ്യാനോ സാധിക്കാത്ത പക്ഷികൾ പോലും ദൈവത്തിന്റെ കരുതലിന് കീഴിലാണെന്ന് കാക്കകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലാത്സു ഒരിക്കൽ പറഞ്ഞു, The nature does not hurry, yet everything is accomplished. സ്വന്തമായി ഒന്നും സംഭരിക്കുവാൻ കഴിയാത്തപ്പോഴും സൃഷ്ടാവിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുവാനുള്ള ആത്മവിശ്വാസമാണ് കാക്കകൾ നമുക്ക് നൽകുന്ന സന്ദേശം. The message of total trust in God. താമരകൾ, ലാളിത്യവും സൗന്ദര്യവും, സിംപ്ലിസിറ്റി ആൻഡ് ബ്യൂട്ടി. ലൂക്കോസ് 12:27 താമരകളെ കുറിച്ച് പറയുന്നു. താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിക്കുന്നു. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലമോൻ പോലും ഇവരിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. ചെളിയിൽ വളരുമ്പോഴും താമര തന്റെ പരിശുദ്ധി സൗന്ദര്യവും കാത്തു സൂക്ഷിക്കുന്നു. പുറമേയുള്ള ആഭരണങ്ങളോ ആഡംബരങ്ങളോ അല്ല, മറിച്ച് ദൈവം നൽകിയ സ്വാഭാവികമായ ലാളിത്യമാണ് യഥാർത്ഥ സൗന്ദര്യമെന്ന് ഇവ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ഭൂമിയുടെ ഭംഗി കാത്തു സൂക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. ബിലയാമിന്റെ കഴുത, അഹങ്കാരത്തിൽ നിന്ന് തിരുത്തൽ, കറക്ഷൻ ഓഫ് എയർലൈൻസ്. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൽ പ്രവാചകനായ ബിലയാം തന്റെ സ്വാർത്ഥ ലാഭത്തിനായി ദൈവത്തിന് വിരുദ്ധമായി യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ നിൽക്കുന്ന ദൈവദൂതനെ കാണാൻ അയാൾക്ക് സാധിച്ചില്ല. എന്നാൽ തന്റെ ഉടമസ്ഥൻ കണ്ടതിനേക്കാൾ വ്യക്തമായി ആ മുഖം ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞു. പ്രവാചകന്റെ അന്ധമായ അഹങ്കാരത്തെ ഒരു കഴുതയുടെ വാക്കിലൂടെയാണ് ദൈവം തിരുത്തിയത്. ബുദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ പലപ്പോഴും തന്റെ ഉള്ളിലുള്ള അഹങ്കാരം കാണാൻ ദൈവത്തിന്റെ വഴി കാണാതെ പോകുന്നു. നിസ്സാരമെന്ന് കഴിയുന്ന സൃഷ്ടികൾക്ക് ആ സത്യം കാണാൻ കഴിയുന്നു. യോനയുടെ ആവണക്ക്, കരുണയുടെ പാഠം, a lesson in compassion. യോന 4-ാം അധ്യായത്തിൽ നിനവേ നഗരം നശിച്ചു കാണാൻ ആഗ്രഹിച്ച യോനയ്ക്ക് തണലേകാൻ ദൈവം ഒരു ആവണക്ക് ചെടി മുളപ്പിച്ചു. പിന്നീട് ഒരു പുഴുവിനാൽ അത് ഉണങ്ങിപ്പോയപ്പോൾ യോന കോപിച്ചു. താൻ നട്ടുപിടിപ്പിക്കാത്ത അധ്വാനിക്കാത്ത ഒരു ചെടിയോട് യോനയ്ക്ക് ഇത്ര ഏറെ സഹതാപം തോന്നുമെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള നിനവയോട് ദൈവം കരുണ കാണിക്കുന്നത് എന്ത് തെറ്റാണുള്ളതെന്ന് ദൈവം ചോദിച്ചു. ഒരു ചെടിയുടെ നാശത്തിലൂടെ മനുഷ്യന്റെ സാധ്യതയും അസഹിഷ്ണുതയും ദൈവം വിളിച്ചത് കൊണ്ടാണ്.
ഇങ്ങനെ പറഞ്ഞു: The earth has enough for every man's need, but not for every man's greed. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഭൂമിയിൽ ആവശ്യത്തിന് വിഭവങ്ങളുണ്ട്, എന്നാൽ അത്യാഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ പര്യാപ്തമല്ല. ഇന്ന് മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും അതിന്റെ ശബ്ദം അവഗണിക്കുകയും ചെയ്യും. എന്നാൽ കാലാവസ്ഥ വിജ്ഞാനം പ്രകൃതി ദുരന്തങ്ങളും ഇന്ന് ഭൂമിയുടെ വിലാപമായി നമുക്ക് മുന്നിലുണ്ട്. പ്രകൃതിയിലൂടെ ദൈവത്തിന്റെ ശബ്ദം ശ്രവിക്കുക എന്നതിന്റെ കേവലം ഒരു മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് മനുഷ്യൻ തന്റെ അഹങ്കാരം വെടിഞ്ഞ് വിനയത്തോടെ സൃഷ്ടാവിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ്. ഓരോ ചെറിയ ജീവി, ഓരോ ചെടിയും നമുക്ക് നൽകിയ ആത്മീയ പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ മനുഷ്യ ജീവിതം അർത്ഥപൂർണമാകുകയുള്ളൂ. രണ്ടാമതായി, പ്രകൃതി ദൈവത്തിന്റെ താളം വെളിപ്പെടുത്തുന്നു. Nature reveals the true rhythm of God. സൃഷ്ടിയിൽ ദൈവിക താളമുണ്ട്. മൺസൂൺ, ഋതുക്കൾ, നദികൾ, വനങ്ങൾ ഈ സുന്ദരാവസ്ഥയെ തകർക്കുമ്പോൾ ദുരന്തങ്ങൾ വർദ്ധിക്കുന്നു. ഈ ചിന്താശകലം പരിസ്ഥിതി ദൈവശാസ്ത്രത്തിനെ കാലാവസ്ഥ വിജ്ഞാനം എന്ന് വിളിക്കുമ്പോൾ ആത്മീയമാണ് ഇതിനെ ദൈവിക ക്രമത്തിന്റെ ലംഘനമെന്ന് വിശേഷിപ്പിക്കുന്നു. വില്യം ഷേക്സ്പിയർ ഒരിക്കൽ പറഞ്ഞു: The earth has music for those who listen. ഹിമാനികൾ ഉരുകുന്നത് വിനാശകരമായ വേഗതയുടെ അടയാളം. Melting glaciers, a sign of destructive speed. ശാസ്ത്രീയമായി ആഗോളതാപനം മൂലം മഞ്ഞൊഴുകുന്നത് സമുദ്രനിരപ്പ് ഉയരാൻ കാരണമാകുന്നു. എന്നാൽ ആത്മീയമായി നോക്കിയാൽ ഇത് മനുഷ്യന്റെ അമിതമായ ആഗ്രഹങ്ങളുടെ ഫലമാണ്. പ്രകൃതിക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികമായ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനുള്ള മനുഷ്യന്റെ അഹങ്കാരമാണ് ഭൂമിയുടെ താപനില ഉയർത്തുന്നത്. നദികളുടെ ഉറവിടമായി ഹിമാനികൾ ഇല്ലാതാകുന്നത് ജീവന്റെ ഉറവിടം വറ്റുന്നതിന് തുല്യമാണ്. ദൈവം നൽകിയ സുരക്ഷിതമായ താളം മനുഷ്യൻ തെറ്റിച്ചതിന്റെ നേരിട്ടുള്ള ഫലമാണ്. അസ്ഥിരമായ കാലാവസ്ഥ, താളം തെറ്റിയ സംഗീതം. Unstable climate, a symphony out of tune. പ്രകൃതി ഒരു സംഗീതം പോലെയാണ്. മഴയും വെയിലും കാറ്റും കൃത്യമായ ഇടവേളയിൽ സംഭവിക്കുമ്പോൾ അവിടെ ഒരു ഐക്യമുണ്ട്, ഹാർമണി. മനുഷ്യൻ വനനശീകരണത്തിലൂടെ മലിനീകരണത്തിലൂടെ ഈ ക്രമത്തെ വെല്ലുവിളിക്കുമ്പോൾ പ്രകൃതിയുടെ സ്വാഭാവിക താളം തെറ്റുന്നു. സൃഷ്ടാവ് പ്രകൃതിയിൽ നിക്ഷേപിച്ചിട്ടുള്ള സ്വയം നിയന്ത്രണ സംവിധാനങ്ങൾ മനുഷ്യന്റെ സാങ്കേതിക അഹങ്കാരം കൊണ്ട് തകർക്കുന്നു. ഇതിന്റെ ഫലമായി അപ്രതീക്ഷിതമായ പ്രളയങ്ങളും വരൾച്ചകളും ഉണ്ടാകുന്നു. ശാസ്ത്രീയ പ്രതിഭാസമല്ല, ആത്മീയ പ്രതിസന്ധി. കാലാവസ്ഥ വിജ്ഞാനത്തെ കേവലം കാർബൺ ഡയോക്സൈഡിന്റെ അളവ് മാത്രമാണ് കാണുന്നത് ഒരു ഭൗതിക കാഴ്ചപ്പാടാണ്. മനുഷ്യൻ ദൈവമുള്ള ബന്ധത്തിൽ നിന്ന് മാറുമ്പോൾ അവൻ പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ നിന്ന് അകലപ്പെടുന്നു. ബൈബിൾ പ്രകാരം മനുഷ്യന്റെ പാപം ഭൂമിയെ പോലും ബാധിക്കുന്നു. ഭൂമിയെ കാത്തു സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മനുഷ്യൻ അതിന്റെ ഉടമസ്ഥനായി ചമന്നിരുന്നിടത്താണ് അഹങ്കാരം തുടങ്ങുന്നത്. ഈ അഹങ്കാരമാണ് ദൈവതാളത്തെ തകർക്കുന്നത്. ഭൂമിയുടെ ഐക്യം തകരുന്നു. The unity of earth is broken. ദൈവത്തിന്റെ താളത്തിൽ ജീവിക്കുക എന്നാൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നാണ്. ചെടികളും മൃഗങ്ങളും മനുഷ്യനും ഒരു ചെങ്ങലയിലെ കണ്ണികൾ പോലെയാണ്. ഒരു കണ്ണി തകരുമ്പോൾ മുഴുവൻ ഐക്യവും നഷ്ടപ്പെടുന്നു. പ്രകൃതിയുടെ ഇന്നത്തെ അവസ്ഥ ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. അഹങ്കാരത്തിൽ നിന്ന് മടങ്ങി വരിക എന്ന ദൈവത്തിന്റെ ശബ്ദം പ്രകൃതിയിലൂടെ മുഴങ്ങുന്നു. ഭൂമിയെ സംരക്ഷിക്കുന്നത് വെറും ഒരു സാമൂഹിക പ്രവർത്തനം മാത്രമല്ല, മറിച്ച് ഒരു ആരാധനയാണ്. നാം പരിസ്ഥിതി പരിപാലിക്കുമ്പോൾ ദൈവത്തിന്റെ താളത്തിലേക്ക് നാം മടങ്ങി വരുന്നു. നാം ഒരു മരം നടുമ്പോഴോ മലിനീകരണം കുറയ്ക്കുമ്പോഴോ തകർന്നുപോയ ആ താളത്തെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയുടെ മുറിവുകൾ മനുഷ്യന്റെ ആത്മീയ വീഴ്ചയുടെ ഫലമാണ്. വിനയത്തോടുള്ള മടങ്ങിപ്പോക്ക് മാത്രമാണ് ഭൂമിയുടെ ഐക്യം വീണ്ടെടുക്കുവാനുള്ള ഏക വഴി. മൂന്നാമത്, സൃഷ്ടി പുതുക്കലിന്റെ പ്രത്യാശ പ്രഖ്യാപിക്കുന്നു.
ഓഫ് റിന്യൂവൽ. റോമർ 8:22 വെളിപ്പാട് 22 വചനങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ ക്രൈസ്തവ പരിസ്ഥിതി ദർശനത്തിന്റെ ഏറ്റവും പ്രാദേശിക നിർഭരമായ വശമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രകൃതി ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് ഒരു അവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയാണ്. ജീവജല നദി പുതുക്കലിന്റെ വാഗ്ദാനം. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ദൈവം ഒരുക്കുന്ന പുതിയ ലോകത്തിന്റെ ചിത്രം നമുക്ക് കാണാം. അവിടെ സ്ഫടിക തുല്യമായ ജീവജല നദി, അതിന്റെ ഇരുവശത്ത് ജീവവൃക്ഷവും ഉണ്ട്. ഈ ജീവവൃക്ഷത്തിന്റെ ഇലകൾ ജാതികളുടെ സൗഖ്യത്തിനായിട്ടുള്ളവയാണ്. അതായത് പാപത്തിലും അഹങ്കാരത്തിലും മുറിവേറ്റ ഭൂമിയെയും മനുഷ്യവർഗത്തെയും സൗഖ്യമാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് നമ്മുടെ ഗംഗയും പമ്പയും പെരിയാറും മലിനീകരണത്താൽ ഉയർത്തുമുട്ടുമ്പോൾ സ്ഫടിക തുല്യമായ ആ സ്വർഗീയ നദി നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ദൈവം ജലത്തെയും മരങ്ങളെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നു. അവൻ അവയെ എന്നേക്കുമായി ഉപേക്ഷിക്കില്ല. ദൈവം സൃഷ്ടിയെ ഉപേക്ഷിച്ചിട്ടില്ല. പലപ്പോഴും നാം വിചാരിക്കുന്നത് ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം വന്നവനാണ്. എന്നാൽ വേദപുസ്തകം നൽകുന്ന ഉറപ്പ് മറ്റൊന്നാണ്. വെളിപ്പാട് 22:5 ഇതാ ഞാൻ സകലത്തെയും പുതുതാക്കുന്നു എന്ന് ദൈവം പ്രഖ്യാപിക്കുന്നു. ഇതിൽ മനുഷ്യൻ മാത്രമല്ല, പുഴകളും മലകളും പക്ഷികളും മൃഗങ്ങളും ഉൾപ്പെടുന്നു. നോഹയുടെ കാലത്ത് ദൈവം മഴവിൽ ആകാശത്ത് വെച്ചത് മനുഷ്യനോട് മാത്രമല്ല, ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളോടുമുള്ള തന്റെ ഉടമ്പടിയുടെ അടയാളമായിട്ടാണ്. ദൈവം തന്റെ സൃഷ്ടിയെ ഒരിക്കലും കൈവിടില്ല എന്നതിന് സാക്ഷ്യമായിട്ടാണ്. നമ്മുടെ പ്രതികരണം: ദൈവം സൃഷ്ടിയെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അവന്റെ മക്കളായ നമുക്ക് അതിനെ ഉപേക്ഷിക്കാൻ അവകാശമില്ല. പ്രകൃതി നശിക്കുന്നു എന്ന് പറഞ്ഞ് നിരാശപ്പെടുകയല്ല, മറിച്ച് ദൈവം പുതുക്കാൻ പോകുന്ന ഭൂമിയെ എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ദൗത്യം. ഒരു തൈ നടുന്നതോ ജലസ്രോതസ്സുകൾ ശുദ്ധമാക്കുന്നതോ വെറും ഒരു സാമൂഹിക സേവനമല്ല. അത് ദൈവത്തിന്റെ പുതുക്കൽ പദ്ധതിയിൽ നാം പങ്കാളികളാകുന്നതിന്റെ അടയാളമാണ്. പ്രകൃതിയുടെ ഇന്നത്തെ നെറുവീഴ്ചകൾ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. ദൈവം ഈ ഭൂമിയെ സ്നേഹിക്കുന്നു. അതിനെ വീണ്ടെടുക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ആ വീണ്ടെടുപ്പിന്റെ കൈകളായി മാറാൻ ദൈവം നമ്മെ വിളിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ദൗത്യം നദികൾ സംരക്ഷിക്കുക, വനം പുനരുദ്ധരിക്കുക, കാർബൺ കുറയ്ക്കുക. ഇവയെല്ലാം ദൈവത്തിന്റെ പുനരുദ്ധാന ദൗത്യത്തിലെ പങ്കാളികളാണ്. ഈ പരിസ്ഥിതി ഞായറാഴ്ചയിൽ വെറും വാക്കുകളല്ല, പ്രവൃത്തികളാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രകൃതിയിലെ മാറ്റങ്ങൾ ദൈവത്തിന്റെ മുന്നറിയിപ്പായി കണ്ട് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക, പ്ലാസ്റ്റിക് മലിനീകരണം ഒഴിവാക്കുക, ഊർജം ലാഭിക്കുക, പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കുക. നാം ഈ ഭൂമിയുടെ ഉടമസ്ഥരല്ല, മറിച്ച് ദൈവം ഏൽപ്പിച്ച വിശ്വസ്തരായ ഭണ്ഡാരവിചാരകന്മാർ മാത്രമാണെന്ന് തിരിച്ചറിയുക. We do not inherit the earth from our ancestors. We just borrow it from our children. ഓരോ വീട്ടിലും ഓരോ മരമെങ്കിലും നട്ടുപിടിപ്പിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. സൃഷ്ടി നമ്മോട് സംസാരിക്കുകയാണ്. ആകാശവും ഭൂമിയും കടലും അതിലുള്ള സകല ചരാചരങ്ങളും ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിപ്പിക്കുന്നു. കാലാവസ്ഥ പ്രതിസന്ധിയോടെ ഈ കാലത്ത് പ്രകൃതിയുടെ ശബ്ദം നാം കേൾക്കാതിരുന്നുകൂടാ. അമിത ഉപഭോഗത്തിന്റെ സംസ്കാരം വെടിഞ്ഞ് ദൈവത്തിന്റെ സൃഷ്ടിയോട് ആദരവുള്ള ഒരു തലമുറയായി നമുക്ക് മാറാം. ജീവന്റെ നദി ഒഴുകട്ടെ, ജീവവൃക്ഷങ്ങൾ തഴച്ചു വളരട്ടെ. സങ്കീർത്തനക്കാരനോടൊപ്പം നമുക്കും പറയാം: ശ്വാസമുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ. ദൈവം നമ്മെ ഏറെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. वीडियोस बनाने हैं फिल्मोरा है ना।